നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അവലിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അവൽ വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറേ കാലത്തേക്ക് കേടുകൂടാതെയും ഇരിക്കും. ഇപ്പോൾ 900 ഗ്രാം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് 15 പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ശർക്കര ഉരുക്കിയെടുക്കാൻ. ശർക്കര നന്നായിട്ട് ഉരുകി വരുമ്പോൾ അടുപ്പത്തു നിന്ന് മാറ്റാം. ഇതുപോലെ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഉരുക്കിയെടുക്കരുത്. ശർക്കരപ്പാനിയിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അവലൊരുമാതിരി കുതിർന്ന പോലെയാവും. ശരിയായിട്ട് വിളയിച്ചെടുക്കാൻ പറ്റില്ല. ഏകദേശം ഒരു നൂൽ പരുവത്തിനും മുമ്പുള്ള ഒരു അവസ്ഥ വരെയാണ് ഉരുക്കിയെടുക്കേണ്ടത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ശർക്കരപ്പാനി ഇവിടെ കറക്റ്റ് പാകത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരയ്ക്കകത്ത് കരടൊക്കെ കാണും. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അവൽ വിളയിക്കാൻ വേണ്ടത് 1 കിലോ അവൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 തേങ്ങ മുഴുവൻ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും ഇതിലേക്ക് ആവശ്യമാണ്. അവൽ വിളയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇതിലെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മധുരം കൂടിപ്പോകുമെന്ന് സംശയമുണ്ടെങ്കിൽ മുഴുവൻ ശർക്കരപ്പാനിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനിയും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. അത് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയെന്ന് ഉറപ്പാകുമ്പോൾ തീ ഓഫ് ചെയ്ത് അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അവൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവൽ ഹാർഡായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 4-5 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ മണം നല്ലോണം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ളും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഈ അവൽ വിളയിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവൽ വിളയിച്ചതിന് ഒന്നും കൂടെ ഗുണം കൂടുതൽ കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.